ഹായ് കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രതിഭ. ഇപ്പോൾ ചെറിയൊരു പണിയിലാണ് ഞാനുള്ളത്. നിങ്ങൾ ചിന്തിക്കുന്നത് എന്തുവാ പണിയുന്നതെന്ന്. വലിയൊരു വിശേഷമായിട്ടുള്ള ദിവസമാണിന്ന്. അപ്പോൾ അതിൻ്റെ പണിപ്പാടിലാണ് ഞാൻ ഉള്ളത്. അപ്പോൾ എന്തായിരിക്കും പണിയെന്ന് നിങ്ങൾ ഇന്നും നാളെയൊക്കെ എന്തായിരിക്കും എന്നറിയാമല്ലോ. നമ്മുടെ മുരുകൻ്റെ വിശേഷമായിട്ടുള്ള ദിവസമാണ്. മുരുകന് വ്രതം നോറ്റ് നിൽക്കുന്ന പെണ്ണും ആണും എല്ലാം മുരുകൻ്റെ മുന്നിൽ ദണ്ഡപാണി, അതായത് ഒന്നുമില്ലാത്തവൻ അതായത് ദാരിദ്ര്യവും ദുഃഖവും കഷ്ടവും ഒക്കെ ഉണ്ട്, തമ്പുരാനെ ഞാനൊന്നുമല്ല എന്ന് പറഞ്ഞ് ദണ്ഡപാണി എൻ്റെ മുന്നിൽ ഈ ലോകത്ത് ഞാനൊന്നുമല്ല എന്ന് പറഞ്ഞ് തമ്പുരാൻ്റെ മുന്നിൽ സാഷ്ടാംഗം ഇന്നും നാളെയും ഒക്കെ നമസ്കരിക്കുന്ന ദിവസമാണിന്ന്. അപ്പം മുരുകൻ്റെ മുന്നിൽ പോകുമ്പോൾ നമ്മൾ വലിയ ആളാണെന്നും പറഞ്ഞൊന്നും പോകാൻ പറ്റത്തില്ല. അത്ര ശക്തിയും വിളിച്ചാൽ വിളിയേക്കുന്ന തമ്പുരാനുമാണ്. നമ്മളെ ദണ്ഡായുധം കൊണ്ട്, അതായത് ശൂലം കൊണ്ട് നമ്മളെ രക്ഷിക്കും, സംരക്ഷിക്കും. അങ്ങനെ നമ്മളെ കാക്കുന്ന തമ്പുരാൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ഇതെന്താണ് ചെയ്യുന്നതെന്നുണ്ടോ? ഇത് കാവടി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കാവടി അലങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പരിപാടിയിലാണ്. ബൈക്ക് നിർത്താനല്ലേ? ബൈക്ക് നിർത്താനാണോ? ആ അപ്പോൾ ഇന്നാണെങ്കിൽ നമ്മൾ കാവടി ഒരുക്കുക എന്നല്ല, കാവടി കെട്ടുക എന്ന് പറയും. കെട്ടുന്നു എന്നാണ് പറയുക. അപ്പം ഞങ്ങളുടെ വീട്ടിൽ ഒരു കുഞ്ഞു കാവടിയുണ്ട്. ഇന്ന് ഒരു കുഞ്ഞു വേലായുധൻ നമ്മുടെ വീട്ടിൽ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ അയ്യാക്ക് വേണ്ടിയുള്ള കാവടി കെട്ടുന്നത് സ്വന്തം അമ്മ തന്നെ കെട്ടി റെഡിയാക്കുക. അപ്പോൾ കാവടിയിൽ ഇങ്ങനെ ഈ സൈഡിൽ ചാർത്താനുള്ള ഒരു സാധനമാണ് ഈ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഞൊറിഞ്ഞ് വേണം അതിങ്ങനെ ഇടാൻ. അപ്പോൾ അത് കാണാൻ വളരെ ഭംഗിയുണ്ടാവുള്ളൂ. അപ്പോൾ ഇനി മയിൽപ്പീലി കെട്ടണം, മയിൽപ്പീലി എടുക്കണം, മയിൽപ്പീലി കെട്ടണം. അങ്ങനെ കുറച്ച് പരിപാടി ഇനി ഇതിലുണ്ട്. പിന്നെ ദണ്ഡപാണി പോകുമ്പോൾ ദണ്ഡപാണിയുടെ കയ്യിൽ കൊടുത്തതാണ് ഈ മയിൽപ്പീലിയും കാവടിയും. നിനക്ക് കാവടി തുണയായിരിക്കട്ടെ എന്നും പറഞ്ഞിട്ട്. ഒരു ശത്രുവായിരുന്നു മയിലെന്നാണ്. പക്ഷേ മുരുകൻ ആ ശത്രുവിനെ തൻ്റെ വാഹനമാക്കി മാറ്റി എന്നുള്ളതാണ്. ഏതൊരു ദൈവത്തിനെയൊക്കെ എടുത്തു നോക്കിയാലും ഒരു പ്രത്യേകതയുണ്ട്. അതിനെ വധിച്ചു, ഒരു ശത്രു വന്നാൽ അതിനെ വധിച്ചു കളഞ്ഞു പോയി. ഏതൊരു ദേവനും ദേവിയുടെ ഇതൊക്കെ എടുത്ത് നോക്കിയാൽ മുരുകനെ ഒഴിച്ച്. മുരുകൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുരുകനെ വധം ചെയ്യാൻ വന്ന ഒരു ഭയങ്കര ഭീകരനായ വ്യക്തി, ഭീകരരൂപം ഉള്ള ആൾ മയിലിൻ്റെ രൂപത്തിൽ വന്ന് മുരുകനെ വധം ചെയ്യാൻ വന്നപ്പോൾ
അദ്ദേഹത്തിനെ വധിക്കുകയും എന്നിട്ട് അവൻ്റെ തെറ്റ് അവന് മനസ്സിലായപ്പോൾ മുരുകൻ്റെ അരികിൽ നിന്ന് പോകാനൊരുങ്ങിയ അവനെ ആ മയിലിനെ തന്നെ തൻ്റെ വാഹനമാക്കി, നിന്നെ ഞാൻ വഴിയിൽ കൊന്നുപേക്ഷിച്ച് പോവില്ല, തിരിച്ചു ജീവൻ കൊടുത്ത് തന്നോടൊപ്പം ചേർത്ത് വെച്ചു. മുരുകൻ തന്നോടൊപ്പം ചേർത്ത് വെച്ച് കളഞ്ഞിട്ട് പോയില്ല. അതാണ് മുരുകൻ. അത് നമ്മൾ ഇനി എന്തൊക്കെ ക്രൂരനായിട്ടുള്ള സ്വഭാവമുള്ള വ്യക്തിയാണെങ്കിലും, ആ ദുഷ്ടനെ പോലെ ഉള്ള വ്യക്തിയാണെങ്കിൽ പോലും തമ്പുരാൻ നമ്മളെ ഉപേക്ഷിക്കില്ല. നമ്മൾ മനസ്സിലാക്കി, തമ്പുരാനെ നീയാണ് തുണ, നീയാണ് എല്ലാം പ്രപഞ്ചത്തിൽ, ഞാനൊന്നുമല്ല, ഞാൻ ദണ്ഡം എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ലാത്തവൻ, ഒന്നിനും കൊള്ളരുതാത്തവൻ, ദണ്ഡപാണി, കൊള്ളാത്ത അവസ്ഥയിലുള്ളവൻ ആയി വന്നിട്ടും തമ്പുരാൻ കരകയറ്റും എന്നാണ്. അപ്പോൾ നമ്മളുടെ ചിറക് റെഡിയായി. ഇനി ഈ ചിറക് ഇവിടെ ഫിറ്റ് ചെയ്യണം. ചിറക് എൻ്റെ കാവടി കാണിച്ച്, എൻ്റെ അല്ല, എൻ്റെ മോൻ്റെ കാവടി ഞാൻ കാണിച്ചു തരാം. ഇതാണ് കാവടിയാൽ അടിപൊളി ഒരു കാവടിയൊക്കെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പം ഇതാണ് സംഗതി. എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. തമ്പുരാൻ ഇത് കാണുന്നവരെ എല്ലാവരെയും എൻ്റെ സ്വാമി കാത്ത് അനുഗ്രഹിക്കട്ടെ. മുരുകപ്പെരുമാൾ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമോ വാഹം.